ശബ്ദങ്ങളുടെ ഒരു മഹാസാഗരമാണ് ഈ ലോകം. എന്നാൽ ഈ തിരമാലകൾക്കടിയിൽ ഒരു അഗാധമായ ശക്തി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു: നിശബ്ദത. വാക്കുകൾക്ക് ഒരു ലോകം പണിയാനും അതുപോലെ തകർക്കാനും കഴിയും. പക്ഷേ മൗനത്തിനോ നമ്മുടെ ഹൃദയത്തിന്റെ ഏറ്റവും ഉള്ളറകളിലേക്ക് ഇറങ്ങിച്ചെന്ന് നമ്മെ സൗഖ്യമാക്കാനും കഴിയും. ചില ആളുകൾ പറയാറുണ്ട്, വാക്കുകൾക്ക് ശരിക്കും ദേഹോപദ്രവം ഏൽപ്പിക്കാൻ കഴിയില്ലെങ്കിലും അത് നമ്മുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുമെന്ന്. വാക്കുകൾക്ക് നമ്മളെ ശക്തരാക്കാനും കഴിയും. എന്നാൽ നമ്മൾ ഒന്നും ആലോചിക്കാതെ സംസാരിച്ചാൽ അത് നമ്മളെ തന്നെ ദുർബലരാക്കുകയും ചെയ്യും. ശരിയായ സമയത്ത് നല്ല രീതിയിലും വിവേകത്തോടെയും സംസാരിക്കുന്നത് നമ്മളെ വിജയത്തിലേക്ക് നയിച്ചേക്കാം. എന്നാൽ ദയയില്ലാതെയും തെറ്റായ സമയത്തും സംസാരിക്കുന്നത് നമ്മുടെ ജീവിതം കൂടുതൽ ബുദ്ധിമുട്ടിലാക്കും. അതുകൊണ്ടാണ് നിശബ്ദതയ്ക്ക് ഇത്രയധികം പ്രാധാന്യമുള്ളത്. അത് നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാൻ സഹായിക്കും. നമ്മുടെ വികാരങ്ങളെക്കുറിച്ച് ആലോചിക്കാനും നമ്മളുമായിട്ടും മറ്റുള്ളവരുമായിട്ടും ഒരു നല്ല ബന്ധമുണ്ടാക്കാനും സഹായിക്കും. അതുകൊണ്ട് ഇന്ന് ഞാൻ നിങ്ങളോട് ഒരു കഥ പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ഈ ബഹളമയമായ ലോകത്ത് നിശബ്ദതയുടെ വിലയെക്കുറിച്ച് ഒരു കഥ. അപ്പോൾ നമുക്ക് കഥയിലെ സന്ദേശം കണ്ടെത്താൻ ശ്രമിക്കാം. ഒരിക്കൽ ഒരു രാജകുമാരൻ ഉണ്ടായിരുന്നു. അവൻ എപ്പോഴും ക്ഷീണിച്ചും സങ്കടപ്പെട്ടും ഒരു സമാധാനവുമില്ലാതെയും ഇരുന്നു. അവനിത് താങ്ങാൻ കഴിയാതെ വന്നപ്പോൾ ഒരു ദിവസം അവൻ അടുത്തുള്ള ഒരു കാട്ടിൽ താമസിച്ചിരുന്ന ഒരു സന്യാസിയുടെ സഹായം തേടിപ്പോകാൻ തീരുമാനിച്ചു. ആ സന്യാസിയെ കണ്ടപ്പോൾ രാജകുമാരൻ പറഞ്ഞു, ബഹുമാനപ്പെട്ട ഗുരുവേ, എനിക്ക് എല്ലാവിധ സമ്പത്തും സുഖസൗകര്യങ്ങളുമുണ്ട്. പക്ഷേ എന്റെ മനസ്സ് വല്ലാതെ അസ്വസ്ഥമാണ്. എനിക്ക് ഒട്ടും മനസമാധാനം കിട്ടുന്നില്ല. ദയവായി ഈ അസ്വസ്ഥമായ മനസ്സിനെ മാറ്റാൻ എന്നെ സഹായിക്കൂ. സന്യാസി ആ വിഷാദിച്ചിരിക്കുന്ന രാജകുമാരനെ നോക്കി മറുപടി പറഞ്ഞു, എല്ലാ ഉത്തരങ്ങളും നിന്റെ ഉള്ളിൽ തന്നെയുണ്ട്. അത് കണ്ടെത്താൻ കാത്തിരിക്കുകയാണ്. എനിക്ക് നിന്നെ വഴി കാണിക്കാൻ മാത്രമേ കഴിയൂ. പക്ഷേ നീ ഒരു എതിർപ്പും പറയാതെ എന്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കണം. രാജകുമാരൻ അത് സമ്മതിച്ചു. എന്തു വേണമെങ്കിലും ചെയ്യാൻ ഞാൻ തയ്യാറാണെന്ന് അവൻ പറഞ്ഞു. സന്യാസി പറഞ്ഞു, ഞാനൊരു കാര്യം പറയാം. നീ എന്റെ ആശ്രമത്തിൽ അടുത്ത 21 ദിവസത്തേക്ക് താമസിക്കണം. ഈ സമയം ഒരു സാധാരണക്കാരനെ പോലെ ജീവിക്കണം. കൂടുതൽ സമയവും നീ നിശബ്ദത പാലിക്കണം. വളരെ കുറച്ചു മാത്രം സംസാരിക്കുക. രാജകുമാരൻ ആ വെല്ലുവിളി ഏറ്റെടുത്തു. ആദ്യ ദിവസം അവന് മിണ്ടാതിരിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. കാരണം അവനത് പരിചയമില്ലായിരുന്നു. അവന്റെ മനസ്സ് നിറയെ ചോദ്യങ്ങളും ചിന്തകളുമായിരുന്നു. പക്ഷേ എങ്ങനെയൊക്കെയോ അവൻ നിശബ്ദത പാലിക്കാൻ ശ്രമിച്ചു. രണ്ടാം ദിവസം ആദ്യത്തേതിനേക്കാൾ കുറച്ചുകൂടി ബുദ്ധിമുട്ടായിരുന്നു. എങ്കിലും അവൻ കഷ്ടപ്പെട്ട് പിടിച്ചു നിന്നു. രാത്രി കഴിഞ്ഞു പോകുമ്പോൾ അവന്റെ ഉള്ളിൽ ഒരു അപ്രതീക്ഷിതമായ ശാന്തതയും സന്തോഷവും അനുഭവപ്പെടാൻ തുടങ്ങി. ഇത് അവനെ അത്ഭുതപ്പെടുത്തി. കാരണം അടുത്ത ദിവസം എന്തുകൊണ്ടാണ് തന്റെ അസ്വസ്ഥത കുറയുന്നത് എന്ന് അവന് മനസ്സിലായില്ല. രാജകുമാരൻ ഏകാന്തതയിൽ സമയം ചെലവഴിച്ചു. അവൻ പ്രകൃതിയെ നോക്കി. പൂക്കൾ, ആകാശത്തിലെ മേഘങ്ങൾ, ചെടികൾ, പക്ഷികൾ. അവൻ തന്റെ ചുറ്റുമുള്ള പ്രകൃതിയുടെ ഭംഗി ശരിക്കും ആസ്വദിച്ചു. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അവന് തന്റെ ചുറ്റുമുള്ള പ്രകൃതിയെ ശ്രദ്ധിക്കാനും അതിനോടൊരു ബന്ധം തോന്നാനും തുടങ്ങി. അവന്റെ മനസ്സിലെ എല്ലാ ചിന്തകളും ഭാവനകളും പതിയെ മങ്ങാൻ തുടങ്ങി. അവന് വളരെ ശാന്തവും സമാധാനപരവുമായി തോന്നി. 5-ാം ദിവസം അവന്റെ കണ്ണുകൾ തനിയെ അടഞ്ഞു. അവൻ ഒരു ആഴത്തിലുള്ള ധ്യാനാവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു. കഴിഞ്ഞ ഒരാഴ്ച അവൻ ആഴത്തിലുള്ള ധ്യാനത്തിൽ ചെലവഴിച്ചതിന് ശേഷം രാജകുമാരന് ഒരു വലിയ ആന്തരിക സമാധാനം അനുഭവപ്പെട്ടു. അവൻ ഗുരുവിന്റെ അടുത്തേക്ക് ചെന്ന് അദ്ദേഹത്തിന്റെ മുന്നിലിരുന്നു. ഗുരു അവന്റെ മുഖത്തെ ആഴത്തിലുള്ള മാറ്റം ശ്രദ്ധിച്ചു. അവന്റെ നിശബ്ദതയെ ഭേദിച്ച് ഗുരു ചോദിച്ചു, രാജകുമാര. രാജകുമാരൻ പറഞ്ഞു, ഗുരു, നിങ്ങളുടെ ഉപദേശങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു. എന്റെ അസ്വസ്ഥതയുടെ യഥാർത്ഥ കാരണം എനിക്കിപ്പോൾ വ്യക്തമായി മനസ്സിലായി. രാജകുമാരൻ തുടർന്നു, ഞാൻ ഒരുപാട് സംസാരിക്കുന്ന ഒരാളായിരുന്നു. എന്റെ ഊർജം കൂടുതലും മറ്റുള്ളവരിൽ ചെലവഴിച്ചു. പലപ്പോഴും അവരെക്കുറിച്ച് തെറ്റായ രീതിയിൽ ചിന്തിച്ചു. ഈ തുടർച്ചയായ സംസാരവും തെറ്റായ ചിന്തകളും എന്റെ സമയം വെറുതെ കളഞ്ഞു. അതുകൊണ്ട് തന്നെ എന്റെ മനസ്സ് എപ്പോഴും അസ്വസ്ഥമായിരുന്നു. ഒരു കാര്യത്തിലും എനിക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിഞ്ഞില്ല. മിക്കവാറും എല്ലാ കാര്യങ്ങളിലും ഞാൻ പരാജയപ്പെടാൻ തുടങ്ങി. ഈ തുടർച്ചയായ പരാജയങ്ങൾ എന്നെ കൂടുതൽ ദുഃഖിതനും അസ്വസ്ഥനുമാക്കി. എന്നാൽ ഈ 21 ദിവസങ്ങൾ എന്റെ ജീവിതത്തിലെ ഒരു വലിയ മാറ്റമായിരുന്നു. ഇപ്പോൾ എനിക്ക് ജീവിതം ശരിക്കും ജീവിക്കാൻ കഴിയുന്നു എന്ന് തോന്നുന്നു. ഇതിനു മുമ്പ് ഞാൻ തെറ്റായ രീതിയിലാണ് ജീവിച്ചിരുന്നത് എന്ന് എനിക്ക് മനസ്സിലായി. ധ്യാനം അടിച്ചേൽപ്പിക്കേണ്ട ഒരു കാര്യമല്ലെന്നും എനിക്ക് ബോധ്യമായി. ഇത് കേട്ടപ്പോൾ ഗുരു പ്രതികരിച്ചു, രാജകുമാര, ഈ പോരാട്ടത്തിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. ലോകത്തിലെ പല ആളുകളും അസ്വസ്ഥരാണ്. കാരണം അവർ അമിതമായി സംസാരിക്കുന്നു. അമിതമായി സംസാരിക്കുന്നത് നമ്മെ തളർത്തുകയും നമ്മുടെ മനസ്സിനെ അസ്വസ്ഥമാക്കുകയും ചെയ്യും. എന്നാൽ നിശബ്ദത പാലിക്കുന്നത് നമ്മുടെ വാക്കുകൾക്ക് കൂടുതൽ ശക്തി നൽകുകയും നമ്മുടെ മനസ്സിന് സമാധാനം നൽകുകയും ചെയ്യും.
നമുക്ക് തന്നെയും മറ്റുള്ളവർക്കും ആവശ്യമുള്ളതും പ്രയോജനകരവുമായ സമയത്ത് മാത്രം സംസാരിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് നമ്മുടെ ജീവിതത്തിൽ കണ്ടാൽ ലോകത്തിലെ പലരും മാനസിക അസ്വസ്ഥത അനുഭവിക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാകും. അമിതമായി സംസാരിക്കുന്നത് ഇന്നും മനസ്സിനെ അസ്വസ്ഥമാക്കുന്നതിനുള്ള പ്രധാന കാരണങ്ങളിലൊന്നാണ്. പലരും മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നത് തുടരുന്നു. അമിതമായി സംസാരിക്കുന്ന ഈ ശീലം അവരെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളിലേക്കും നയിക്കുന്നു. ആളുകൾ അവസാനമായി ചോദിക്കും, അദ്ദേഹം എന്തിനാണ് മിക്കപ്പോഴും നിശബ്ദത പാലിക്കുന്നത്? ഞാൻ അവരോട് പറയും, എന്റെ ഉള്ളിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനാണ് ഞാൻ നിശബ്ദത പാലിക്കുന്നത്. കാരണം നിശബ്ദതയില്ലാതെ സ്വയം അറിയാനുള്ള ആദ്യ ചുവടുവെപ്പാണ്. സ്വയം കണ്ടെത്തൽ അസാധ്യമാണ്. ബുദ്ധൻ പോലും മറ്റുള്ളവരെ മിക്ക സമയത്തും നിശബ്ദത പാലിക്കാനും കുറച്ചു മാത്രം സംസാരിക്കാനും ഉപദേശിച്ചു. അധികം സംസാരിക്കുന്നത് ആളുകൾ നിശബ്ദരാകുമ്പോൾ നഷ്ടപ്പെടുന്ന ശാരീരികവും മാനസികവുമായ ശക്തി വീണ്ടെടുക്കാൻ സഹായിക്കും. സംസാരിക്കുന്ന ആളുകളെ അപേക്ഷിച്ച് കുറച്ച് മാത്രം സംസാരിക്കുന്നവരിൽ വഴക്കുകൾ കുറവായിരിക്കും, അസ്വസ്ഥതകളും തർക്കങ്ങളും കുറവായിരിക്കും. അധികം സംസാരിക്കുന്ന ആളുകൾക്ക് പലപ്പോഴും ഒരു ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവാം. അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ ലക്ഷ്യങ്ങളിൽ പൂർണ്ണമായി ശ്രദ്ധിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല, ഒരുപക്ഷെ വിജയിക്കുകയുമില്ല. എന്നാൽ മറുവശത്ത് കുറച്ചു മാത്രം സംസാരിക്കുന്ന ആളുകൾക്ക് മറ്റുള്ളവരിൽ നിന്ന് കൂടുതൽ ആദരവ് ലഭിക്കാറുണ്ട്. ആളുകൾ അവരെ വിശ്വസിക്കുകയും അവർ പറയുന്ന കാര്യങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കുകയും ചെയ്യും. നിശബ്ദത നമ്മെ കൂടുതൽ ക്ഷമയുള്ളവരാക്കാൻ സഹായിക്കും. അതുപോലെ നമ്മെ കൂടുതൽ ബോധവാന്മാരാക്കാനും സഹായിക്കും. ഓരോ ദിവസവും കുറച്ചു സമയം ആഴത്തിലുള്ള ധ്യാനത്തിലേക്ക് പ്രവേശിക്കുന്നത് നമ്മുടെ തലച്ചോറിനെ ഉത്തേജിപ്പിക്കുകയും നമ്മുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുകയും ഏകാഗ്രത വർദ്ധിപ്പിക്കുകയും ചെയ്യും. നിശബ്ദത നമ്മെ കൂടുതൽ ശ്രദ്ധയോടെ കാര്യങ്ങൾ കേൾക്കാനും കൂടുതൽ ഫലപ്രദമായി മറ്റുള്ളവരുമായി ആശയവിനിമയം നടത്താനും കൂടുതൽ ശ്രദ്ധയോടെ കാര്യങ്ങളിൽ ഏർപ്പെടാനും സഹായിക്കും. നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് എന്തൊക്കെ പറയണം എന്ന ചിന്തയിൽ മുഴുകിയിരിക്കുകയാണ്. എന്നാൽ നമ്മൾ സംസാരിക്കുന്നത് നിർത്തി കുറച്ചു നേരം നിശബ്ദത പാലിക്കുമ്പോൾ നമ്മുടെ മനസ്സ് കുറച്ചു നേരത്തേക്ക് ഉള്ളിൽ സംസാരിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ ആ ചിന്തകളെ നമ്മൾ വാക്കുകളാക്കി മാറ്റാതിരുന്നാൽ നമ്മുടെ മനസ്സ് പതിയെ ശാന്തമാകും. നമ്മുടെ ഇന്നത്തെ തിരക്കേറിയ ലോകത്ത് നമുക്ക് സമാധാനവും ശാന്തതയും അനുഭവിക്കാൻ തുടങ്ങും. ഒരുപാട് നേരം നിശബ്ദത പാലിക്കുന്നത് ചിലപ്പോൾ ബുദ്ധിമുട്ടായി തോന്നിയേക്കാം. പക്ഷേ എല്ലാ ദിവസവും 1 മണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെ നിശബ്ദതയ്ക്ക് വേണ്ടി മാറ്റിവെക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നല്ല മാറ്റം കൊണ്ടുവരും എന്ന് ഞാൻ നിർദ്ദേശിക്കുന്നു. അതിനാൽ നിങ്ങളുടെ ദിവസത്തിലുള്ള തിരക്കിനിടയിൽ കുറച്ച് സമയം കിട്ടുമ്പോഴൊക്കെ അത് നിശബ്ദതയിൽ ചെലവഴിക്കാൻ ശ്രമിക്കുക. നിശബ്ദതയെ ജ്ഞാനത്തെ പോഷിപ്പിക്കുന്ന ഒരു ആഴത്തിലുള്ള ഉറക്കമായി കരുതുക.